നിന്നെ എൻ്റെ കയ്യിൽ കിട്ടുവാൻ നോക്കി നടക്കായിരുന്നു. സ്കൂളിൽ പോകാതെ കറങ്ങി നടക്കല്ലേ? ഞാൻ ഫിക്കയെ കൊണ്ടുവന്ന് നോക്കാൻ വന്നതാ. ഫിക്കേക്ക? ആ, എൻ്റെ കൂട്ടുകാരൻ ജോസ് കൊണ്ടുവന്ന പോലെയുള്ള ഫിക്കേക്ക. ചേട്ടാ, ഇവിടെ ഈ ഫിഗ കിട്ടുമോ? അതൊന്നും ഇവിടെ കിട്ടത്തില്ല. അതൊക്കെ അങ്ങ് സിറ്റി പോകണം. ആ, അങ്കിള് പറഞ്ഞിട്ടില്ലേ, ഫിഗക്ക് ഇവിടെ കിട്ടൂല. അതങ്ങ് പട്ടാളത്തിലേ കിട്ടൂ. വാ, അങ്കിള് പറഞ്ഞുതരാം. മോനറിയാമോ, ഇതൊക്കെ ഞാൻ എത്ര കഴിച്ചതാ. യുദ്ധത്തിന്റെ സമയത്ത് ഇത് തന്നെ ആയിരുന്നു. എന്ത് ഫിക്കേക്കോ? ആ, അത് തന്നെ. മാമൻ വെറുതെ നുണ പറയാ. ഏയ്, പട്ടാളത്തിൽ അതൊക്കെ കിട്ടുമത്തെ. അനന്തുവിൻ്റെ അമ്മയല്ലേ? അതെ, ഞാൻ അവന്റെ ടീച്ചറാ. ഞാൻ പുതുതായിട്ട് ജോയിൻ ചെയ്തതാ. ആ, ഇത് അവന്റെ ബുക്കാ. ഇന്നലെ ക്ലാസ്സിൽ മറന്നു വെച്ചിട്ട് പോയതാ. ഇതവന്റെ പ്രിയപ്പെട്ട ബുക്കാ. ഇതിലാ അവൻ ഫിഗ് ഫ്രൂട്ട് തരുന്നത്. ഓ, ശരി, പോട്ടെ. ടീച്ചർ, ആ, ഈ ഫിഗ് കേക്ക് എവിടെ കിട്ടുമെന്നറിയോ? അത് ഇവിടെയുള്ള കടകളിലൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ, ചിലപ്പോൾ ടൗണിലെ ബേക്കറി ചോദിച്ചാൽ കിട്ടുമായിരിക്കും. ശരി, പോട്ടെ. ഫിഗ് കേക്ക് ഉണ്ടോ? ഫിഗ് കേക്ക് ഉണ്ടോ? ഇല്ല, അത് ഇവിടെ ഇല്ല. സിറ്റിയിൽ എവിടെയെങ്കിലും അന്വേഷിക്കൂ. ഏത് ബേക്കറി കിട്ടും? ഈസ്റ്റേൺ ബേക്കറിയിൽ ചോദിച്ചാൽ മതി. ഇപ്പം ബസ്സുണ്ട്. ഓ, മോനെ, ഞാൻ സിറ്റി മുഴുവൻ അന്വേഷിച്ചതാ. അവിടെ എങ്ങും ഇല്ല. അമ്മ വെറുതെ പറയാ. വെറുതെ വാശി പിടിക്കല്ലേ. അമ്മേ, ഇനി എനിക്ക് എന്നാ ഫിക്കേക്ക് മേടിച്ചേർന്നേ. അമ്മ പ്രോമിസ് ചെയ്തല്ലേ. അനന്തും മിണ്ടാതിരി. ഇനി മേലാൽ ഇവിടെ ഫിഗ് കേക്കെന്ന് മിണ്ടി പോരുത്. എനിക്ക് ഫിക്കേക്ക് വേണം. എനിക്ക് ഫിക്കേക്ക് വേണം. ജോസ് കാണിക്കുന്ന പോലെയൊക്കെ നിനക്കും കാണിക്കണോ? എനിക്ക് ഫിക്കേക്ക് വേണം. പോടുന്ന്. എനിക്കൊന്നും വേണ്ട. ഞാനില്ലേ എൻ്റെ പപ്പയോട് പറഞ്ഞ് ജോസിനെ ഇടിപ്പിക്കാം. നീ വിഷമിക്കണ്ട അനന്തു. നാളെ രാവിലെ ഞാൻ നിനക്ക് 7 ഗോൾഡ് ഫിഷിനെ തരാം. എനിക്കൊന്നും വേണ്ട. ആഹാ, നാളെ ബർത്ത്ഡേ ആയിട്ടാണ് അനന്തു ഇങ്ങനെ ഇരിക്കുന്നത്. വേഗം വീട്ടിൽ പോകാൻ നോക്ക്. അമ്മ കാത്തിരിക്കില്ലേ സമ്മാനമായിട്ട്? എൻ്റെ അമ്മ എനിക്ക് ഒന്നും മേടിച്ചു തരില്ല ടീച്ചർ. ഫിക്കേക്ക് ഉണ്ടാക്കി തരാൻ അമ്മയോട് പറഞ്ഞതാ. മോൻ്റെ അമ്മയ്ക്ക് അത് ഉണ്ടാക്കാൻ അറിയാഞ്ഞിട്ടല്ലേ? ജോസിൻ്റെ അമ്മയ്ക്ക് അറിയാലോ. ആ, അതൊക്കെ പോട്ടെ. അനന്തു, ഞാൻ ചോക്ലേറ്റ് മേടിച്ചു തരാം. വാ. വേണ്ട, എനിക്ക് ഫിക്കേക്ക് മതി. അനന്തു, നമ്മൾ സന്തോഷത്തിലല്ലെങ്കിൽ ഏത് സ്വാദുള്ള ഭക്ഷണവും നമുക്ക് ഇഷ്ടമാവില്ല. സന്തോഷത്തിലാണെങ്കിലോ നമുക്ക് എന്ത് സാധനവും ഇഷ്ടമാകും. മോൻ സന്തോഷമായിട്ടിരിക്കെ. അപ്പം മോൻ എല്ലാം സ്വാദുള്ളതായിട്ട് തോന്നും. ആ, ദാ അനന്തുവിന്റെ അമ്മ വരുന്നു. വാ മോനെ, വീട്ടിൽ പോം. വരട്ടെ ടീച്ചറെ. അനന്തു, നിക്ക്. അനന്തു,
ഏയ് ഫിഗ് കേക്ക് കിട്ടിയില്ല മോനെ. മിൽക്ക് കേക്കാ. ഫിഗ് കേക്കിനെ പോലെ ടേസ്റ്റാ. ആണോ അമ്മേ? ഇത് ഫിഗ് കേക്കിനെ പോലെ ടേസ്റ്റ് ആണോ? ഫിഗ് കേക്കിനെക്കാളും ടേസ്റ്റാ. അടുത്ത പ്രാവശ്യം നമുക്ക് ഫിഗ് കേക്ക് തന്നെ മേടിക്കാം. അമ്മ വീട്ടിൽ ചെന്നിട്ട് മോന് മുറിച്ചു തരാട്ടോ. അനന്തു നിക്കവിടെ. ഹാപ്പി ബർത്ത്ഡേ അനന്തു. ഫിഗ് കേക്ക് ഇത് നിനക്ക് വേണ്ടിട്ടാ. താങ്ക്സ് പറ മോനെ. താങ്ക്സ്. ബൈ ബൈ ബൈ.